കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ ഇരട്ട അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു സർക്കാർ. അപകട കാരണം എന്താണ്, കരാർ കമ്പനി നിബന്ധനകൾ പാലിച്ചോ എന്നീ കാര്യങ്ങളാണ് വെവ്വേറെ അന്വേഷിക്കുക. അതിനിടെ ദുരന്തത്തിന് കാരണമായത് നിർമ്മാണത്തിന്റെ ഭാഗമായി കൂട്ടിയിട്ട മൺതിട്ടകളല്ല എന്നൊരു വിശദീകരണം കൂടി വരികയാണ്. ഇന്നലെ മുഴുവനും ഈ പറയുന്ന സർക്കാർ മായി ബന്ധപ്പെട്ട ആളുകളും ഒക്കെ വിശദീകരിച്ചിരുന്നത് ഈ മണ്ണ് മാറ്റാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു, അത് കരാർ കമ്പനി അത് ചെയ്യാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം എന്നൊക്കെയാണ്. ഇപ്പൊ കരാർ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം വരികയാണ്, ഈ മണ്ണുകൊണ്ടല്ല എന്ന്. ടാർപോളിൻ കൊണ്ട് മൂടിയ നിലയിൽ മൺതിട്ട ഇപ്പോഴും പദ്ധതി പ്രദേശത്ത് കാണാം. അതേസമയം തുരങ്കപാത നിർമ്മാണത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നൽകിയ പല മുന്നറിയിപ്പുകളും അവഗണിച്ചു എന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട്. മുബഷിർ പി അക്ബർ വിവരങ്ങൾ നൽകും നമ്മളോട്. മുബഷിർ, ഇന്നലെ ഇതിൽ ഏതാണ് എന്നത് സ്ഥിരീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒന്ന്, ആ ദുരന്തമുണ്ടായ അതിന്റെ ഏറ്റവും പ്രഭവ സ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മണ്ണ് ഇടിഞ്ഞു വന്നതാണോ അതോ മണ്ണ് ഒലിച്ചു പോയതാണോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോൾ വളരെ പ്രകടമായി, ഇന്നലെ രാത്രിയോടുകൂടി ഇന്ന് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാകുന്നുണ്ട് അവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും. മാത്രമല്ല, മണ്ണിടിച്ചിൽ ഉണ്ടാകുമ്പോൾ പോലും അവിടെ കൂട്ടിയിട്ടിരുന്ന മണ്ണ് അധികം ഒലിച്ചു വന്നിട്ടില്ല എന്ന വിശദീകരണം കൂടി വരികയാണ്. മുബഷിർ, അത് തന്നെയാണ് മാധു. നിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ട അധികൃതർ അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. വനമേഖലയോട് ചേർന്ന ഭാഗത്തുള്ള മേഖലയിൽ നിന്ന് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. മണ്ണിടിച്ചിലുണ്ടായി ആ മണ്ണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന സമയത്ത് അവിടെ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന മണ്ണിന്റെ കൂടെ ഒലിച്ചിറങ്ങിയതാണെന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ സർക്കാർ വൃത്തങ്ങൾ, മന്ത്രിമാർ ഉൾപ്പെടെ നേരത്തെ പറഞ്ഞ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. മനുഷ്യനിർമ്മിത ദുരന്തമാണിത്. നേരത്തെ തന്നെ അശാസ്ത്രീയമായ രീതിയിൽ ഇവിടെ മണ്ണ് കൂട്ടിയിട്ടത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായിരുന്നു. അത് കൂട്ടിയിട്ടതിനെതിരെ നടപടി സ്വീകരിച്ചിരുന്നു. അതായത് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്. ആ നിയന്ത്രണവും മറികടന്നുകൊണ്ടൊരു നീക്കം ഇതുമായി ബന്ധപ്പെട്ട കരാർ കമ്പനി നടത്തിയതുകൊണ്ടാണ് ഈ ദുരന്തമുണ്ടായത് എന്നുള്ളത് പൊതുമരാമത്ത് മന്ത്രിയും അതോടൊപ്പം തന്നെ റവന്യൂ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ടുണ്ട്. ദുരന്തമുണ്ടായതിനു ശേഷം ഏറെക്കുറെ ഈ മൺതിട്ടകൾ മാറിയതിനു ശേഷം അതിന്റെ മുൻഭാഗം നമുക്ക് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ആ മേഖലയിലാണ് വലിയ രീതിയിൽ മണ്ണ് കൂട്ടിയിട്ടിരുന്നത്. അതാണ് അശാസ്ത്രീയമായ രീതിയിൽ കൂട്ടിയിട്ട മണ്ണാണെന്നുള്ളതും അപകടങ്ങൾക്ക് കാരണമാകുമെന്നുള്ളത് നേരത്തെ മുന്നറിയിപ്പ് നൽകിയെന്ന് പറയപ്പെടുന്ന മേഖല. ആ മേഖലയിൽ ഇപ്പോഴും ആ മൺതിട്ടകൾ അതുപോലെ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ട് കുറേ ദിവസങ്ങളായി അടിഞ്ഞുകൂടി കിടക്കുന്ന മണ്ണായതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ടും നീക്കം ചെയ്താൽ മാത്രമേ രക്ഷാപ്രവർത്തനത്തിന്റെ വേഗതയും കൂട്ടാൻ സാധിക്കൂ എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ഒരു ദുരൂഹത ഉൾപ്പെടെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സർക്കാർ ഒരു ഇരട്ട അന്വേഷണം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചില പുറത്തുവരുന്ന പ്രധാനപ്പെട്ട രേഖകൾ കൂടി നമുക്ക് മുൻപിലുണ്ട്. അതോ ഇതുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി ലോല മേഖലയായതുകൊണ്ട് തന്നെ അതിന്റെ ശാസ്ത്രീയ പരിശോധനകൾ ഇവിടെ അത് ഉറപ്പുവരുത്തിയിരുന്നില്ല എന്നൊരു വിവരം കൂടി ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ആരായിരുന്നു അത് ഉറപ്പുവരുത്തേണ്ടത്? കേവലം കരാർ കമ്പനിയുടെ മാത്രം ഉത്തരവാദിത്തമാണോ, മറിച്ച് ഇത് മേൽനോട്ടം വഹിക്കുന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തം ഇതിൽ എത്രത്തോളം മേൽനോട്ടം അവർ വഹിച്ചിരുന്നു, അവർക്ക് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത കൈവരേണ്ടത്. ഇതിലൊരു ഉണ്ടാവുകയാണ്. പരമാവധി വിശദീകരിക്കാനുള്ള ശ്രമം അധികൃതരുടെ ഭാഗത്തുനിന്നും കമ്പനിയുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ തുരങ്കം നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയാണ്, പക്ഷേ അതിന്റെ നിർമ്മാണം വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്നു എന്നൊരു ചോദ്യമാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്.